ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിൽ തന്നെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഗ്രാമമാട്ടോ, വടക്കനാട് എന്നുള്ളൊരു ഗ്രാമത്തിലാണ്. നമുക്ക് ബത്തേരിയിൽ നിന്ന് പോകണം കേട്ടോ. അങ്ങനെ നമുക്ക് ബത്തേരിക്ക് ആദ്യം പോകാം. പോകുന്നതിന് മുന്നേ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. വയനാട്ടിൽ ഇന്നും നിരവധി ഗ്രാമങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതിന് മുന്നേ നമ്മൾ സന്ദർശിച്ച ചേകാടി എന്നുള്ള സ്ഥലം, പുൽപ്പള്ളിക്ക് തൊട്ടടുത്ത്, അതിമനോഹരമായ ഗ്രാമം കേട്ടോ ചേകാടി. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ വടക്കനാട് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നെല്ലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന, കയറ്റുമതിയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രാമമായിരുന്നു വടക്കനാട്. ഇപ്പം മീനങ്ങാടി എത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ഭയങ്കര തിരക്കുള്ള റഷായിട്ടുള്ളൊരു സ്ഥലമുണ്ട് മീനങ്ങാടി. ഇപ്പോൾ ആ തിരക്കൊക്കെ ഏകദേശം ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. കാരണം ഒരുപാട് സ്ഥലങ്ങളിപ്പം ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടും. അതുമാത്രമല്ല, ഇപ്പോൾ ഓൺലൈൻ കച്ചവടം കൂടിയത് കൊണ്ടൊക്കെ ഷോപ്പുകളിലൊക്കെ ഭയങ്കര കച്ചവടം കുറവപ്പോൾ. ഓക്കെ, മീനങ്ങാടി നമ്മൾ ആവേശം സെവൻസ് ഫുട്ബോളൊക്കെ നടത്തുന്ന മീനങ്ങാടി പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാട്ടോ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കൃഷ്ണഗിരിയിലാണ് നമ്മളെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ളത് വയനാടിൻ്റെ. അത് ഭയങ്കര ഫേമസ് ആയിട്ട് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അങ്ങനെ വയനാട്ടിൽ തന്നെ ഏകദേശം നമുക്ക് ഒരാഴ്ച കറങ്ങാനുള്ള സ്ഥലങ്ങളുണ്ട്. ഒരാഴ്ച ഈ റൂട്ടിലോട്ട് പോകണം കേട്ടോ. ഇവിടുന്ന് പോകുന്ന വലത് റോഡിലൊക്കെ കാണുന്നുണ്ട് എടക്കൽ ഗുഹയൊക്കെ കാണാൻ പോകാൻ പറ്റും. അമ്പലവയലിലേക്ക് പോകുന്ന റൂട്ടത്. ഇപ്പം ഇനി നമുക്ക് ബത്തേരി ഏകദേശം എത്താറായി. അങ്ങനെ ഇതാണ് ബത്തേരി ടൗൺ. നിങ്ങൾ ഒരുപാട് വാർത്തകൾ ഇടം പിടിച്ചൊരു ടൗൺ ആട്ടോ ബത്തേരി. വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ സിറ്റിയാണ് ബത്തേരി. പിന്നെ ക്ലീൻ സിറ്റിയാണിത്. ഒരു പ്ലാസ്റ്റിക് കവർ പോലും നിലത്തുണ്ടാവാൻ പാടില്ല. വേറൊരു പ്രത്യേക കാര്യം, ഇവിടെ തുപ്പിയാൽ വരെ ഫൈനാണ്. പിന്നെ പുകവലി, പൊതുസ്ഥലമായതുകൊണ്ട് പുകവലിക്കാനും പാടില്ല, തുപ്പാൻ പാടില്ല. കുറേ വർഷങ്ങളായിട്ട് വളരെ നീറ്റ്നെസ്സായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സിറ്റിയാണ് ബത്തേരി. ഒരുപാട് വാർത്തകൾ ഇടം നേടിയ ഒരു സിറ്റിയാവും കേരളത്തിൽ തന്നെ. അപ്പോൾ ഇനി എല്ലാ സിറ്റികളും ഇങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി അധികാരികളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുക. ബത്തേരി നമുക്കൊരു മാതൃക ആവട്ടെ. അപ്പോൾ ഇനി നമുക്ക് ബത്തേരിയിൽ നിന്ന് നമുക്ക് വടക്കനാടിലേക്ക് പോകാനുള്ളത് 12 കിലോമീറ്റർ ദൂരത്തിലാട്ടോ വടക്കനാട് എന്നുള്ള ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായും ഈ റൂട്ടിലൂടെ നമ്മൾ മൈസൂർ, ബാംഗ്ലൂർ പോകുന്ന റൂട്ടാട്ടത് ബത്തേരി ഗുണ്ടൽപേട്ട വഴി. അപ്പോൾ ആ റൂട്ടിലേക്ക് ഇതിലെ പോകുന്ന ആ വഴിക്ക് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുത്തങ്ങെത്തുന്നതിന് മുന്നേ ഒരു വഴിക്ക് നമുക്ക് ഇങ്ങോട്ട് കടക്കട്ടോ. പിന്നെ പുൽപ്പള്ളി റൂട്ടിലൂടെ പോയാലും കടക്കാം. ഇപ്പോൾ നമ്മൾ സെൻറ്റ് മേരീസ് കോളേജിൻ്റെ റൂട്ടിലൂടെ പോകാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് 12 കിലോമീറ്റർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ബത്തേരി പുൽപ്പള്ളി റൂട്ടാണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് റൈറ്റ് എടുക്കാം കേട്ടോ. ഫസ്റ്റ് റൈറ്റിൽ നിന്നാണ് ഇത് സെൻറ്റ് മേരീസ് കോളേജ്, വയനാട്ടിലെ ഫേമസ് ആയിട്ടുള്ള കോളേജ് സെൻറ്റ് മേരീസ് കോളേജ്. അപ്പോൾ ഈ റൂട്ടിലൂടെ നേരെ പോവാം. ഇവിടെ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ഉണ്ടാവും, അത്രേ ഉള്ളൂ. സെൻറ്റ് മേരീസ് കോളേജ് ആട്ടോ, അത് സെൻറ്റ് മേരീസ് കോളേജിൻ്റെ കവാടം. ഇനി നമുക്ക് ഏകദേശം ഇത് കുപ്പാടി കേട്ടോ. കുപ്പാടിയിൽ നിന്ന് നമുക്ക് തിരിഞ്ഞ് പോകണം. കുപ്പാടിയിൽ നിന്ന് പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് എത്തി. അടിപൊളി ഫോറസ്റ്റ് ആട്ടോ. രണ്ട് സൈഡിൽ നമ്മൾ ഈ സമയം ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പുള്ളിമാനുകളുള്ള സ്ഥലമാട്ടത്. മാനുകളൊന്നും കാണാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ രാവിലെ, ഒന്നുമില്ല വൈകുന്നേരം. നമ്മളിപ്പോൾ ഏകദേശം ഒരു ഉച്ച ആവാനുള്ള സമയത്താണ് പോകുന്നത്. ഈ സമയത്തൊക്കെ മാനുകളൊക്കെ ഉൾക്കാട്ടിലേക്ക് പോകും. പിന്നെ വൈകുന്നേരങ്ങളിലേ ഇങ്ങോട്ട് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ നമുക്ക് മാനിനെ കാണുന്നത് യാതൊരു പ്രതീക്ഷയില്ല കേട്ടോ. അപ്പോൾ ടാറിങ് എല്ലാം ചെയ്തിട്ടുണ്ട് കുറേ സ്ഥലത്ത്. വാഹനം അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലം കേട്ടോ. പിന്നെ ഒരുപാട് 2 വശത്ത് സിൽവർ റോക്ക് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അടിപൊളിയാണോ. പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലാവും. ഇത് റീലിലൊക്കെ ഒരുപാട് വന്ന സ്ഥലം കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ. പിന്നെ റോഡും ഈ സിൽവർ റോക്ക് മരങ്ങളൊക്കെ ആയിട്ടുള്ള. അങ്ങനെ നമുക്ക് ഈ താഴെ ഭാഗത്ത് നമുക്കൊരു ചെറിയ കുളം കാണുന്നുണ്ട്. അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി നോക്കണം. ഇവിടെ കടുവകളും ആനകളൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ഒരുപാട് ആമ്പലുകളുണ്ട്. ഇതിന്
ഞാൻ ഒന്ന് റീലിലന്ന് കണ്ടപ്പോൾ. ഇന്ന് ആമ്പലുകൾ കുറവാണ്. പിന്നെ വടക്കനാട് അങ്ങാടി എത്തിയിട്ടോ. നമ്മൾ ഫോറസ്റ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് വടക്കനാട് അങ്ങാടി. വലിയ കുറേ കടകളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. ഹോട്ടലിൽ ചായ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്ന് ഉള്ളിലോട്ടൊക്കെ പോയേക്കാം. പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം നമുക്ക് സന്ദർശിക്കണം. പിന്നെ നെൽപ്പാടങ്ങൾ കേട്ടോ. നെല്ലൊക്കെ വിളവെടുത്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് വിളവെടുത്തിട്ടുണ്ട്. പിന്നെ വിളവെടുക്കാനുള്ളതുണ്ട്. അപ്പം നെല്ലൊക്കെ നട്ട് ആ ഒരു പച്ചപ്പുള്ള സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു വിഷ്വൽസ് ഉണ്ടല്ലോ അതിമനോഹരമായിരിക്കും കേട്ടോ. ഇപ്പം നമുക്ക് ഏകദേശം ഒരു ഉണങ്ങിയ സമയമാണ്. നെല്ലൊക്കെ ഏകദേശം ആയിക്കഴിഞ്ഞു, വിളവെടുത്ത് കഴിഞ്ഞ്. അങ്ങനത്തെ ചില സ്ഥലത്ത് മാത്രമേ വിളവെടുക്കാറുള്ളൂ, ബാക്കിയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞു. പിന്നെ അടുത്ത സീസണിലാണ് ഇപ്പോൾ ഇവർ നടക്കുന്നത്. പിന്നെ പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് ഇട്ടിട്ട്. പിന്നെ ചർച്ച് ഉണ്ട്, ഒരു അടിപൊളി ചർച്ച് കാണാൻ പറ്റി. പിന്നെ ഈ പ്രൈവറ്റ് ബസ് നേരെ പള്ളിവയൽ എന്നുള്ള സ്ഥലം വരെ പോകും കേട്ടോ. ഇപ്പം നമ്മൾ ഈ പോകുന്ന റൂട്ടിലൂടെ നമുക്ക് മാനന്തവാടി എത്തിച്ചേരാം. 4 മൈലിൽ പോയി കയറും. ഓക്കെ. അപ്പോൾ ഈ ഗ്രാമത്തിലേക്ക്, ഈ വടക്കനാട് എന്നുള്ള ഗ്രാമത്തിലേക്ക് നമുക്ക് 3 വഴികളിലൂടെ വരാം ശരിക്കും. പക്ഷേ ഏത് വഴി വന്നാലും കാടാട്ടോ. കാടില്ലാതെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കാടിനോട് ഇരുവശങ്ങളും കാടിനോട് ചുറ്റപ്പെട്ടൊരു ഗ്രാമമാണ്. അങ്ങനത്തെ ഗ്രാമം വയനാട്ടിലില്ല കേട്ടോ. ഇത് ഏത് ഭാഗത്ത് പോകണമെങ്കിലും കാടാണ്. അപ്പോൾ ഇവിടെ കൃഷി ഇറക്കിയിട്ട് നെല്ലെല്ലാം മെഷീനാട്ടോ. കംപ്ലീറ്റ് ഇപ്പോൾ മെഷീനറി ഐറ്റംസാണ്. ഞാൻ ആദ്യമായിട്ട് കാണാം ഇങ്ങനെ ഇതിൽ കൂടെ വരുന്നത്. പിന്നെ ഉള്ള ഒരുപാട് കവുങ്ങ് തോട്ടങ്ങളുണ്ട്. പിന്നെ കൃഷി കാര്യങ്ങൾ കൂടെ. പിന്നെ ആദിവാസികളാട്ടോ കൂടുതൽ ഇവിടെ. 10-40% ആദിവാസികളും പിന്നെ കൃഷിക്കാരും. പിന്നെ കൃഷിയൊക്കെ ലക്കാണ് ഇവർക്ക്. കാട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കും. അങ്ങനെ അധ്വാനം, ഒരു കൊല്ലത്തെ അധ്വാനമൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരുപാട് ജീവിതമാർഗം തേടി ടൗണുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പണ്ട് ഇവിടെ ഒരു 70% ആൾക്കാരും കൃഷിക്കാരായിരുന്നു. ഇപ്പം 40% ആൾക്കാരെ കൃഷി ചെയ്യുന്നുള്ളൂ. പിന്നെ റിസോർട്ടുകളുണ്ട് കേട്ടോ. 2-3 റിസോർട്ടുകൾ കാണാനായി. ഇനി നമുക്ക് ഇവിടുത്തെ ക്ഷേത്രമായ വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രം അത് കാണാൻ പോകാം കേട്ടോ. ഈച്ചക്കുന്ന് കാളിമല തമ്പുരാൻ ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ഇവിടെ എല്ലാ കുംഭമാസം ആദ്യത്തെ 10-നുള്ളിൽ ഇവിടെ ഉത്സവം നടക്കും. പിന്നെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വിശാലമായ പാടങ്ങളാട്ടോ. ഓക്കെ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഫോറസ്റ്റ്. ഇത് ചുറ്റും ഫോറസ്റ്റ് ആട്ടോ. ഇതിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞു. അങ്ങനെ അതെല്ലാം നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. തിരിച്ചു പോകുമ്പോൾ നമുക്ക് നമ്മളൊക്കെ ബത്തേരി മുത്തങ്ങ റൂട്ടിൽ എത്തിച്ചേരുന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് കൃഷികൾ തന്നെ. ഇപ്പോൾ എന്തായാലും നമ്മൾ വന്ന സമയത്ത് ഉച്ച ആയതുകൊണ്ട് ആൾക്കാരൊന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല. കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. 10-700 കുടുംബങ്ങളേ ഉള്ളൂ മൊത്തത്തിൽ. പിന്നെ അതൊരു നല്ല റൂട്ടാട്ടോ. അപ്പോൾ ടൗണുകളിൽ നിന്നൊക്കെ ഏകദേശം പിന്നെ വീർമുട്ടി ജീവിക്കുന്ന ആൾക്കാർക്ക് ഇടയ്ക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഈ റൂട്ടൊക്കെ സന്ദർശിക്കാം. അങ്ങനെയൊക്കെ ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.